ഹായ് ഹലോ. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്താ ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്. ഞാനൊരു ചെറിയൊരു യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എങ്ങോട്ടാ പോയെന്നല്ലേ, ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയതാണ്. അപ്പോൾ നേരെ വീട്ടിൽ നിന്ന് നേരെ ഗുരുവായൂരേക്ക് പോയി. ഗുരുവായൂരിൽ നിന്ന് അവിടെ കണ്ണനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് നേരെ ഗുരുവായൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്കാണ് പോയത്. അപ്പോൾ ഗുരുവായൂരിൽ നിന്ന് രാവിലെ ഒരു 5 മണിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ തന്നെ ട്രെയിനിൽ തൃശ്ശൂർക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരം, അങ്ങനെയാണ് യാത്ര പോയത്. അപ്പോൾ തൃശ്ശൂർ വരെ എത്തുന്നവരെയുള്ള ട്രെയിനിലെ വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് തിരുവനന്തപുരം വരെയുള്ളത് എടുക്കാൻ എന്നോട് വിട്ടുപോയി. ഒക്കെ റൂമിലെത്തി അവിടുന്ന് മാറ്റുന്ന കാര്യങ്ങളൊക്കെ എന്നോട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. എന്നോട് മറന്നുപോയി എടുത്ത് ഫോണിൽ ഷൂട്ട് ചെയ്ത് വെക്കാൻ. അപ്പോൾ അവിടുന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ വൈകുന്നേരം ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ അവിടെ വേളി എന്ന് പറയുന്ന ഒരു പാർക്കിലാണ് നമ്മൾ പോയത് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഞാനൊന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ശരി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയ പാർക്കൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർക്കിൽ നിന്ന് ഞങ്ങൾ നേരെ പാർക്കിൽ നല്ലൊരു സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു. നല്ലൊരു യാത്രയായിരുന്നു അത്. അടിപൊളിയായിരുന്നു. നല്ല സ്പീഡിൽ എന്ത് രസമായിരുന്നു അറിയോ ആ യാത്ര. ഞാൻ ഇതുവരെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ലായിരുന്നു. ബോട്ടിൽ കയറിയിട്ടുണ്ട്, സാധാരണ ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷെ ഇത്രയും സ്പീഡിൽ പോകുന്ന ബോട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. സ്പീഡ് ബോട്ടിൽ കയറാത്തവരൊന്ന് കയറി നോക്കണം കേട്ടോ. അടിപൊളി, ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. അങ്ങനെ സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങി പാർക്കിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. മക്കളൊക്കെ അവിടെ അടിച്ചു പൊളിച്ചു, ഊഞ്ഞാലും ഒക്കെ കയറി. അതുപോലെ തന്നെ നിറയെ പൂക്കളുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് നല്ല നല്ല പൂക്കൾ, നല്ല പല കളറിലുള്ള ഭംഗിയിലുള്ള പൂക്കൾ അവിടെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ പാർക്കിൽ മുഴുവനൊക്കെ കറങ്ങി. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലേക്കാണ് വന്നത് കേട്ടോ. അവിടെ ബീച്ചിന് മുന്നിൽ തന്നെ നല്ലൊരു ദേവീ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു, അതിൻ്റെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ബീച്ചിൽ ഒരു എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ബീച്ചിൻ്റെ അടുത്ത് ഒരു ഓണാഘോഷത്തിൻ്റെ പരിപാടികളൊന്നും അവിടെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഓണാഘോഷ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. പിന്നെ ബീച്ചിലുള്ള എല്ലാ എക്സിബിഷൻസൊക്കെ പോയി കണ്ട് അതിൽ 1-2 മോള് കയറി. അതുപോലെ ഞാനും മോളും കൂടെ മറ്റേ നമ്മളെ തൊട്ടിലുണ്ടല്ലോ, ആ തൊട്ടിലൊക്കെ ഒന്ന് കയറി. അടിപൊളിയായിരുന്നു. അങ്ങനെ ബീച്ച് മുഴുവനൊന്ന് കറങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ കണ്ട എക്സിബിഷൻസും ബീച്ചും ഒക്കെ ചെറുതായിട്ട് നിങ്ങളെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം കേട്ടോ.
തിരുവനന്തപുരത്ത് വരുന്നവർ ഇവിടെയൊക്കെ വരുന്നവരായിരിക്കും, പോകുന്നവരൊക്കെ ആയിരിക്കും. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പോകുന്നത്, ഇതൊക്കെ കാണുന്നതും. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇതെല്ലാം കണ്ട് ചുറ്റിക്കറങ്ങി റൈഡിലൊക്കെ കയറി ഏകദേശം സന്ധ്യ ഒരു 7:30-8 മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഇവിടുന്ന് തിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു റൈഡിൽ കയറിയപ്പോൾ ഒരു തൊട്ടിൽ പോലെ റൗണ്ടിൽ കറങ്ങുന്ന ഒരു സംഭവമില്ലേ, അതിൽ കയറിയപ്പോൾ ഇതാ ഒരാളുടെ എക്സ്പ്രഷൻ കണ്ടോ, അയ്യോ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തെ മറ്റ് വിശേഷങ്ങളായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക, ഇഷ്ടമാവുന്നുണ്ടോ എന്ന് പറയുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ.